മലയാളി താരങ്ങളെക്കാൾ ഇതര ഭാഷാ സൂപ്പർ സ്റ്റാറുകൾക്ക് ഫാൻസ് ഉള്ള നാടാണ് കേരളം. ദളപതി വിജയും, സ്റ്റൈൽമാനൻ രജനീകാന്തും, സൂര്യയും, അജിത്തും, അല്ലു അർജുനും, ഷാരൂഖ് ഖാനും ഒക്കെ അവരിൽ ചിലരാണ്. എന്നാൽ കൽക്കി റിലീസായതോടെ പ്രഭാസാണ് ഇപ്പോൾ മലയാള സിനിമയിലെയും ചർച്ചാ വിഷയം. കൽക്കി 2898 AD അതിവേഗത്തിൽ ബോക്സ് ഓഫീസിൽ അടിച്ചു കയറുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 500 കോടി സ്വന്തമാക്കിയ കൽക്കി ഇപ്പോൾ 1000 കോടിയിലേക്ക് കുതിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലും മോശമല്ലാത്ത കളക്ഷനാണ് കൽക്കി നേടുന്നത്. ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് സിനിമകളുടെ വിവരങ്ങളും പുറത്തു വരികയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ 8 തെലുങ്ക് ചിത്രങ്ങളുടെ പട്ടികയാണ് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് പേജുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. കേരളത്തിലെ തിയേറ്ററുകളിൽ തിളങ്ങിയ തെലുങ്ക് സിനിമകളുടെ ഈ ലിസ്റ്റിൽ ഒന്നാമത് SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി 2 ദ കൺക്ലൂഷനാണ്. ഇന്ത്യയിലെമ്പാടും ഹരമായി മാറിയ ബാഹുബലിയുടെ രണ്ടാം ഭാഗമായ ബാഹുബലി 2 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സിനിമ കൂടിയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ ടോട്ടൽ കളക്ഷനായി 1811 കോടി നേടിയ ബാഹുബലി 2 കേരളത്തിൽ നിന്ന് 74 കോടിയാണ് സ്വന്തമാക്കിയത്. തെലുങ്ക് സിനിമകളുടെ കേരള കളക്ഷനിൽ രണ്ടാം സ്ഥാനത്തും രാജമൗലിയുടെ സിനിമ തന്നെയാണ്. ജൂനിയർ NTRനെയും രാം ചരണിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജമൗലി ഒരുക്കിയ RRR ആണ് ആ സിനിമ. ട്രാക്കിംഗ് സൈറ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ 1230 കോടി കളക്ഷൻ നേടിയ ഈ എപ്പിക് ആക്ഷൻ ഡ്രാമ കേരളത്തിൽ നിന്ന് 24.5 കോടിയാണ് കൈക്കലാക്കിയത്. മൂന്നാം സ്ഥാനത്ത് കൽക്കി 2898 AD തന്നെയാണ്. റിലീസിനെത്തി 9 ദിവസം പിന്നിടുമ്പോഴാണ് കൽക്കി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ എന്നിങ്ങനെ വൻ താരനിര അണിനിരന്ന ചിത്രം ആഗോള ബിസിനസ്സിൽ 800 കോടിയോളം രൂപ ഇതിനകം നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നത്. കേരളത്തിലെ പ്രീ ബുക്കിംഗിൽ വലിയ ചലനം സൃഷ്ടിക്കാതിരുന്ന കൽക്കിക്ക് റിലീസ് ചെയ്ത് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടെ കേരളത്തിലും സ്വീകാര്യത ഏറി വരികയായിരുന്നു. സംസ്ഥാനത്ത് നിന്ന് 20 കോടിയോളം രൂപയാണ് കൽക്കി ഇതുവരെ സ്വന്തമാക്കിയത്. നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രം വരും ദിവസങ്ങളിലും പല കേരള ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തൂക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. തെലുങ്ക് സിനിമകളുടെ കളക്ഷനിൽ 4ഉം 5ഉം സ്ഥാനത്തും പ്രഭാസ് ചിത്രങ്ങളാണ്. 2015 ഇറങ്ങിയ ബാഹുബലിയും 2023 ഇറങ്ങിയ സലാറും. ആഗോളതലത്തിൽ 650 കോടിയോളം നേടിയ ബാഹുബലി കേരളത്തിൽ നിന്ന് തൂക്കിയത് 14.25 കോടിയാണ്. 713 കോടി കളക്ഷൻ നേടിയ സലാർ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തത് 17 കോടിയായിരുന്നു. പ്രഭാസിനൊപ്പം പൃഥ്വിരാജൻ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് അല്ലു അർജുൻ്റെ പുഷ്പയാണ്. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ വേൾഡ് വൈഡ് കളക്ഷനായി 365 കോടിയാണ് നേടിയത്. 11.75 കോടിയാണ് സിനിമയുടെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ. വരുന്ന ഡിസംബറിൽ റിലീസിനെത്തുന്ന പുഷ്പ 2 മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ്. ദുൽഖർ സൽമാൻ നായകനായ സീതാരാമമാണ് ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ള ചിത്രം. 90 കോടിക്ക് മുകളിൽ ആഗോള കളക്ഷൻ നേടിയ സിനിമയുടെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ 8 കോടിയാണ്. 8ാം സ്ഥാനത്ത് കേരളത്തിൽ നിന്ന് 7.6 കോടി കളക്ഷനുമായി അല്ലു അർജുൻ്റെ യോദ്ധാവാണുള്ളത്. സ്ട്രായിനോട് എന്ന പേരിൽ തെലുങ്ക് റിലീസിനെത്തിയ സിനിമ ട്രാക്കിംഗ് റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ 127 കോടിയാണ് നേടിയത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8 തെലുങ്ക് ചിത്രങ്ങളിൽ 4ഉം റിബൽ സ്റ്റാർ പ്രഭാസിൻ്റേതാണ്. 2000ൻ്റെ തുടക്കത്തിൽ മലയാളികൾക്കിടയിൽ തെലുങ്ക് സിനിമകളുടെ തരംഗം സൃഷ്ടിച്ച ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള അല്ലു അർജുൻ്റെ സിനിമകളെയും പിന്തള്ളിയാണ് പ്രഭാസ് സിനിമകൾ ഈ ബോക്സ് ഓഫീസ് കുതിപ്പ് കാഴ്ചവെക്കുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷനുകളല്ല ഫാൻ ബേസിൻ്റെ അടിസ്ഥാനമെങ്കിലും മലയാളി പ്രേക്ഷകർക്ക് പ്രഭാസിനോടുള്ള ഇഷ്ടം കൂടി വരുന്നു എന്ന് വേണം കരുതാൻ.